ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 47ാമത്തെ ദശകം നോക്കാം. ഉലൂഖല ബന്ധനം. ഒന്നാമത്തെ ശ്ലോകം. ഏകദാ ദധിവിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയന്നംഗമേത്യപഭിവാൻ പയോധരൗ. പദം മുറിച്ച് പറയാം. ഏകദാ ദധിവിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗം ഏത്യ പപിവാൻ പയോധരോ. ഏകദാ ഭവാൻ, ഒരു ദിവസം അവിടുന്ന് ദധിവിമാധകാരിണീം, തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന മാതരം, അമ്മയുടെ സമുപസേദിവാൻ, അടുക്കൽ ചെന്നിട്ട് സ്തന്യലോലുപതയ, മുല കുടിക്കാനുള്ള ആഗ്രഹം നിമിത്തം നിവാരയൻ, തടഞ്ഞ്, തൈര് കടയുന്നത് തടഞ്ഞിട്ട്, അംഗം ഏത്യ പയോധരൗ പപിവാൻ, മടിയിൽ കയറിയിരുന്ന് മുലപ്പാൽ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ഒരു ദിവസം തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്നിട്ട് സ്തന്യം പാനം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ആ തൈര് കടയുന്നത് തടഞ്ഞിട്ട് മടിയിൽ കയറിയിരുന്ന് മുലപ്പാൽ കുടിക്കാൻ തുടങ്ങി. ഇനി രണ്ടാമത്തെ ശ്ലോകം. അർദ്ധപീതകുജകുഡ്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശ ദഹനേ പരിശ്രുതം ധർത്തുമാശു ജനനീ ജഗാമതേ. പദം മുറിച്ച് പറയാം. അർദ്ധപീത കുജ കുഡ്മളേ ത്വയി സ്നിഗ്ധഹാസ മധുര ആനന അംബുജേ ദുഗ്ധം ഈശ ദഹനേ പരിശ്രുതം ധർത്തും ആശു ജനനീ ജഗാമ തേ. ത്വയി അർദ്ധപീത കുജകുഡ്മളെ, അവിടുത്തെ മുലകുടി പകുതിയാക്കി നിർത്തിയിട്ട്, സ്നിഗ്ധഹാസ മധുര ആനന അംബുജെ, അങ്ങയുടെ മുഖമാകുന്ന താമരയിൽ നറുപുഞ്ചിരി തെളിഞ്ഞു വരുന്ന സമയത്ത്, കണ്ണൻ മുല കുടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് നിർത്തി ഒരു നറുപുഞ്ചിരിയോടെ, പാൽപുഞ്ചിരിയോടെ അമ്മയെ നോക്കിയ സമയത്ത്, ഈശ ഭഗവാനെ, തേ ജനനി അങ്ങയുടെ അമ്മ, ദഹനെ പരിശ്രുതം ദുഗ്ധം അടുപ്പത്ത് തിളച്ചു തൂവുന്ന പാല്, ധർത്തും ആശു ജഗാമ ഇറക്കി വയ്ക്കാൻ പെട്ടെന്ന് പോയി. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണല്ലേ, മുല കുടിക്കുന്നതിനിടയ്ക്ക് അതൊന്ന് നിർത്തി വച്ചിട്ട് അമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ സൂക്ഷിച്ചു നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ചിരിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരക്കിട്ട് വീണ്ടും പാല് കുടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ കണ്ണൻ അമ്മയുടെ മടിയിലിരുന്ന് മുലകൂടി ഏതാണ്ട് പകുതിയായ സമയത്ത് അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചിരിക്കാൻ തുടങ്ങിയ സമയത്താണ് യശോദ അടുപ്പത്ത് വെച്ച പാല് തിളച്ചു തൂവുന്ന ശബ്ദം കേൾക്കണത്. അപ്പോൾ പെട്ടെന്ന് കുട്ടിയെ താഴെ വെച്ചിട്ട് പാൽപാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാനായിട്ട് പോയി. അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ പിന്നീട് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഈ ദശകത്തിൽ മൽപ്പത്തൂർ ഭംഗിയായിട്ട് ഭഗവാനോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ ശ്ലോകം. സാമീപീതരസഭംഗസംഗതക്രോധഭാര പരിഭൂതചേതസാം മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. പദം മുറിച്ച് പറയാം. സാമി പീത രസ ഭംഗ സംഗത ക്രോധഭാര പരിഭൂത ചേതസ മന്ദദണ്ഡം ഉപഗൃഹ്യ പാടിതം ഹന്ത ദേവ ദധിഭാജനം ത്വയാ. സാമിപീതരസ ഭംഗസംഗത ക്രോധഭാര പരിഭൂത ചേതസ ത്വയാ.
പകുതി കുടിച്ചപ്പോഴുണ്ടായ രസത്തിന് ഭംഗം വന്നപ്പോൾ അധികരിച്ച ക്രോധം കൊണ്ട് പരിഭൂതം എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിവേകബുദ്ധി നഷ്ടപ്പെടുക, ക്രോധം കൊണ്ട് പരിഭൂതമായിട്ട് അത്രയ്ക്ക് ദേഷ്യം വന്നു എന്നർത്ഥം. ചേതസ മനസ്സോടു കൂടിയിട്ട് ത്വയാ മന്ദദണ്ഡം ഭഗവാനെ അവിടുന്ന് കടക്കോലെടുത്ത് ദധിഭാചനം തൈർക്കലം പാടിതം തച്ചുടച്ചു ഹന്ത കഷ്ടം. അപ്പോൾ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ഭഗവാനെ നിയന്ത്രിക്കാനാവാത്ത കോപം വരികയാണ്. അപ്പോൾ എല്ലാം മനുഷ്യനാട്യം അല്ലേ, അല്ലാതെ ഭഗവാന് സത്വഗുണപ്രധാനിയായ ഭഗവാൻ എവിടെയാണ് കോപം, എന്തിനാണ് കോപം? അപ്പോൾ ഇതുപോലെ ഭഗവതർപ്പിതമായിട്ട് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് എന്താ പറയുക, ഭഗവത് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭഗവത് ഉപാസനകൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നാമജപം, പൂജ, അതുപോലെ പുരാണ പാരായണം, അതൊക്കെ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ച് ചെയ്യണം എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സ് വേറെ എവിടെയെങ്കിലും പോകരുത് എന്നാണ്. ആ മനസ്സിരുത്തി ചെയ്യണം എന്ന് പറയുകയാണ് ഭഗവത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭഗവാന് വേണ്ടത് ഭക്തൻ്റെ മനസ്സ് മാത്രമാണ്. അപ്പം ഇവിടെ സ്തന്യം പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എഴുന്നേറ്റ് പോയപ്പോൾ ആ പാൽക്കുടിയുടെ ആ രസത്തിന്, ആ ആസ്വാദനത്തിന് ചെറിയൊരു തടസ്സം വരികയാണ്. അപ്പം അങ്ങനെ സാമീപീത രസഭംഗ സംഗത ക്രോധഭാര പരിഭൂത ചേതസ, പകുതി കുടിച്ചപ്പോഴുണ്ടായ രസത്തിന് ഭംഗം വന്നപ്പോൾ നിയന്ത്രിക്കാനാവാത്ത കോപത്തോടു കൂടിയിട്ട് അവിടെ കണ്ട കടകോലെടുത്തിട്ട് തൈർക്കലം തച്ചുടച്ചു കഷ്ടം എന്ന് മേൽപ്പത്തൂര് പറയാണ്. അപ്പോൾ കവി അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീകോവിലിരുന്ന് കടക്കോൽ അവിടെ ഉണ്ടായിരുന്ന കാര്യം എനിക്ക് ഓർമ്മയില്ല തിരുമേനി എന്ന് കൃഷ്ണൻ പറഞ്ഞുത്രേ. അപ്പോൾ അമ്മിക്കുഴവി പൊക്കിയെടുത്തുകൊണ്ട് തൈർക്കലം തട്ടിപ്പൊട്ടിച്ചു എന്ന് ഭാഗവതം. അപ്പോൾ ശ്രീ വേദവ്യാസൻ പറഞ്ഞതാണ് ശരി എന്ന് ഭഗവാൻ തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അത് തിരുത്തി കൊടുത്തു എന്ന് അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നു. ഇനി 4-ാമത്തെ ശ്ലോകം. ഉജ്ജലധ്വനിതമുച്ചഗൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വദ്യശോ വിസരവദ്ദർശസ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. പദം മുറിച്ച് പറയാം. ഉജ്ജലത് ധ്വനിതം ഉച്ചഗൈഹി തദാ സന്നിശമ്യ ജനനീ സമാദൃത ത്വത് യശഃ വിസരവത് ദദർശ സ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. തഥാ ഉച്ചഗൈഹി ഉജ്ജലത് ധ്വനിതം. അപ്പോൾ തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഉച്ചഗൈഹി ഉജ്ജലത് ഉയർന്നു പൊങ്ങിയ ധ്വനിതം ശബ്ദം സന്നിശമ്യ കേട്ടിട്ട് സമാദൃത സാ ജനനി ഓടി വന്ന ആ അമ്മ ത്വത് യശഃ വിസരവത് അങ്ങയുടെ യശസ്സിൻ്റെ പ്രസരം പോലെ സദ്യയേവ പെട്ടെന്ന് തന്നെ ക്ഷിതൗ നിലത്ത് ഭൂമിയിൽ വിസ്തൃതം പരന്നു കിടക്കുന്ന ദധി ദദർശ തൈര് കണ്ടു. അപ്പം ഇവിടെ തൈര് വെച്ചിരുന്ന ആ കലം കടക്കോല് കൊണ്ട് അല്ലെങ്കിൽ അമ്മിക്കുഴവി കൊണ്ട് അടിച്ചു പൊട്ടിച്ചപ്പോൾ ഉണ്ടായ വലിയ ശബ്ദം കേട്ടിട്ട് ഓടി വന്ന യശോദ കണ്ടത്, ഗുരുവായൂരപ്പ ത്വത് യശോവിസരവത് അങ്ങയുടെ യശസ് എങ്ങനെയാണോ ലോകം മുഴുവൻ പരക്കുന്നത് അതുപോലെ ആ തൈര് നിലത്ത് പരന്നൊഴുകുന്നതാണ് യശോദ കണ്ടത്. ഇനി 5-ാമത്തെ ശ്ലോകം. വേദമാർഗപരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്ദദർശ സുഹൃദിന്യുലൂഖലേ ദീയമാനനവനീതമോദവേ. പദമുറിച്ച് പറയാം. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാം അവീക്ഷ്യ പരിമാർഗയന്തി അസൗ സന്ദദർശ
സുഹൃദിനി ഉലൂഖലേ ദീയമാന നവനീതം ഓദവേ. വേദമാർഗ പരിമാർഗിതം, വേദമാർഗങ്ങളിൽ അന്വേഷിക്കപ്പെടുന്ന ത്വാം അങ്ങയെ, അവീക്ഷ്യ കാണാതെ, രുഷ ദേഷ്യത്തോടെ, പരിമാർഗയന്തി തിരിഞ്ഞു നോക്കിയപ്പോൾ, അസൗ സുഹൃദീനി ആ പുണ്യവതി, ഉലൂഖലെ ഉരലിന്മേലിരുന്ന്, ഓദവേ പൂച്ചയ്ക്ക്, നവനീതം ദീയമാനം സന്തദർശ വെണ്ണ കൊടുക്കുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ മഹർഷിമാർ നിരന്തരമായി ധ്യാനിച്ചിട്ടും ഭഗവാനെ കാണാതെ വിഷമിക്കുന്നു എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. ആ ഭഗവാനെ കണ്ടുപിടിക്കാൻ യശോദയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നാണ്, ആ പുണ്യവതിക്ക് എന്നാണ് മേൽപ്പത്തൂര് പറയണത്. അപ്പോൾ മുൻജന്മ സുഹൃതം കൊണ്ടല്ലാതെ ഭഗവാനെ അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ഇവിടെ യശോദ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിലത്ത് പരന്നു കിടക്കുന്ന തൈര് കണ്ട് കോപിച്ച യശോദ ചുറ്റും നോക്കിയപ്പോൾ കണ്ണൻ ഒരു ഉരലിന്മേലിരുന്നിട്ട് പൂച്ചയ്ക്ക് വെണ്ണ കൊടുക്കുന്നതാണ് കണ്ടത്. ഇനി 6ാമത്തെ ശ്ലോകം. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ഭാസുരാനന സരോജമാശുസാം രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ. പദമുറിച്ച് പറയാം. ത്വാം പ്രഗൃഹ്യ ബദ ഭീതിഭാവന ഭാസുര ആനന സരോജം ആശു സാ രോഷരൂഷിതമുഖി സഖീപുരഃ ബന്ധനായ രശനാം ഉപാദതേ. ആശു സാ പെട്ടെന്ന് യശോദ രോഷരൂഷിതമുഖി രോഷാകുലയായിട്ട് സഖീപുരഃ തോഴിമാരുടെ മുൻപിൽ വച്ച് ഭീതിഭാവന ഭാസുര ആനന സരോജം ഭയമാകുന്ന നാട്യം കൊണ്ട് ശോഭിക്കുന്ന മുഖപത്മത്തോടുകൂടിയ ത്വാം പ്രഗൃഹ്യ അവിടുത്തെ പിടിച്ചിട്ട് ബന്ധനായ കെട്ടിയിടാൻ വേണ്ടിയിട്ട് രശനാം ഉപാദതേ കയറെടുത്തു. ബദ കഷ്ടം തന്നെ. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ യശോദ ദേഷ്യപ്പെട്ടിട്ട് തോഴികളുടെ മുന്നിൽ വെച്ച് ഭീതിഭാവനയോടുകൂടിയിട്ട് തൈർക്കലം പൊട്ടിച്ചതിന് അമ്മ എന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ഭീതിഭാവന ഭയം എന്ന ഭാവത്തെ പ്രകടമാക്കിക്കൊണ്ട് മുഖമൊക്കെ ചെന്താമര പോലെ ചുവപ്പിച്ച് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയ അങ്ങയെ ഗുരുവായൂരപ്പ യശോദ മുറുകെ പിടിച്ചിട്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ട് കയറെടുക്കുകയാണ്. ഇനി 7ാമത്തെ ശ്ലോകം. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനമഖിലം കിലൈക്ഷത. പദമുറിച്ച് പറയാം. ബന്ധും ഇച്ഛതി യം ഏവ സജ്ജനഃ തം ഭവന്തം അയി ബന്ധും ഇച്ഛതി സാ നിയുജ്യ രശനാഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനം അഖിലം കില അക്ഷത. അയി സജ്ജനഃ യം ഏവ. ഹേ ഗുരുവായൂരപ്പ, സജ്ജനങ്ങൾ യാതൊരുവനെ ബന്ധും ഇച്ഛതി ആഗ്രഹിക്കുന്നുവോ, ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ, യാതൊരുവനെയാണോ സജ്ജനങ്ങൾ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നത്, തം ഭവന്തം ആ അങ്ങയെ, ബന്ധും ഇച്ഛതി ബന്ധിക്കാൻ ആഗ്രഹിച്ച്, സാ ബഹൂൻ രശന ഗുണാൻ നിയുജ്യ യശോദ വളരെയേറെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും അഖിലം ദ്വ്യങ്കുലോനം 2 വിരൽ നീളം കുറവായി, ഐക്ഷത കില കണ്ടുവത്രേ 2 വിരലിൻ്റെ നീളം കുറവായിട്ട് കണ്ടുവത്രേ. അപ്പോൾ ഗുരുവായൂരപ്പ ഭഗവാനെ, സജ്ജനങ്ങൾ യാതൊരു ഭഗവാനെയാണോ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നത് ആ അങ്ങയെ ബന്ധിക്കാൻ കെട്ടിയിടാൻ ആഗ്രഹിച്ച യശോദ കുറേയേറെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും 2 വിരലിൻ്റെ അത്രയും നീളം കുറഞ്ഞതായിട്ട് കണ്ടു. ന ചാന്തർ ന ബഹിർയസ്യ ന പൂർവം ന അഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തർ ജഗദോയോ ജഗച്ചയ. ഭാഗവതം.
ഉള്ളും പുറവും മുൻഭാഗവും പിൻഭാഗവും കഴിഞ്ഞ കാലവും വരും കാലവും ഒന്നുമില്ലാത്ത വസ്തുവാണെങ്കിലും ലോകത്തിൻ്റെ ഉള്ളിലും പുറത്തുമുള്ളവനും ലോകത്തിൻ്റെ ഉത്പത്തിക്ക് മുൻപും നാശത്തിന് ശേഷവും ഉള്ളതും ലോകം തന്നെ സ്വരൂപമായുമിരിക്കുന്ന ആ പരംബ്രഹ്മത്തെ എങ്ങനെയാണ് ബന്ധിക്കാൻ സാധിക്കുന്നത്? ഇനി 8ാമത്തെ ശ്ലോകം. വിസ്മിതോസ്മിതസഖീജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ. പദമുറിച്ച് പറയാം. വിസ്മിത ഉസ്മിത സഖീജന ഈക്ഷിതാം സ്വിന്നസന്ന വപുഷം നിരീക്ഷ്യ താം നിത്യമുക്ത വപുഹു അഭി അഹോ ഹരേ ബന്ധം ഏവ കൃപയാ അന്വമന്യഥാഃ അന്യഥാഃ. ഹരേ ഗുരുവായൂരപ്പ, വിസ്മിത ഉസ്മിത അദ്ഭുതം കലർന്ന പുഞ്ചിരി തൂകിക്കൊണ്ട് സഖീജന ഈക്ഷിതാം തോഴിമാര് നോക്കി നിൽക്കുമ്പോൾ സ്വിന്നസന്ന വപുഷം, സ്വിന്നം വിയർപ്പ്, സന്നം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് തളർന്ന, സ്വിന്നസന്നം വിയർത്ത് കുളിച്ച് തളർന്ന എന്നർത്ഥം, വപുഷം ശരീരത്തോടു കൂടിയ, താം നിരീക്ഷ്യ അവളെ എന്ന് പറയുമ്പോൾ യശോദയെ നോക്കിയിട്ട് കൃപ കൊണ്ട് നിത്യമുക്ത വപുഹു അഭി നിത്യമുക്തനായ ശരീരത്തോടു കൂടിയവനാണെങ്കിലും ബന്ധമേവ ബന്ധിക്കാൻ തന്നെ അന്യഥാഹ അനുമതിയെ നൽകി. അഹോ ആശ്ചര്യം. അപ്പം ഇവിടെ ബന്ധിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സാധിക്കാൻ പാടില്ലാത്തതാണെങ്കിലും യശോദ കണ്ണനെ ബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സാധിക്കാൻ പാടില്ലാത്തതാണ് അത്. എന്നിരുന്നാലും മാതാവിലുള്ള അതിസ്നേഹം കൊണ്ട് അമ്മയുടെ ആ മനോരഥത്തെയും ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു എന്ന് പറയാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ. ഇവിടെ മേൽപ്പത്തൂര് ഭഗവാനോട് ചോദിക്കുകയാണ്, ഗുരുവായൂരപ്പ ഹരേ, യശോദ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വെറുതെയായി. തോഴിമാരൊക്കെ അത്ഭുതം കലർന്ന പുഞ്ചിരിയോടെ അതങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കയറ് അന്വേഷിക്കുന്നു, കെട്ടുന്നു, പിന്നെയും തികയാതെ വേറെ കയറ് കൊണ്ടുവരുന്നു, കെട്ടുന്നു. അങ്ങനെ മനസ്സും ശരീരവും ഒരുപോലെ, യശോദയുടെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു. അപ്പം ഇത്രയും ആളുകളുടെ ഇടയിൽ ഈ പരിശ്രമമെല്ലാം വ്യർത്ഥമായല്ലോ എന്ന ഒരു ജാള്യതയും എല്ലാം കൂടിയായപ്പോൾ യശോദ വിയർത്ത് കുളിച്ചു. എല്ലാം കണ്ടപ്പോൾ ഭഗവാന് കൃപ തോന്നിയെന്നാണ്. താം നിരീക്ഷ്യ കൃപയാ. അങ്ങനെ കരുണാസാഗരമായ ഭഗവാൻ അമ്മയ്ക്ക് തന്നെ ബന്ധിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ മേൽപ്പത്തൂർ ഇവിടെ പറയാണ്, അഹോ ആശ്ചര്യം. സ്വയം ബന്ധനം അനുഭവിച്ചിട്ടാണെങ്കിലും ആശ്രിതരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യം അത്ഭുതം തന്നെ. അപ്പോൾ നിത്യമുക്തനാണെങ്കിലും ഭക്തന്മാർക്ക് അധീനനാണ് ഭഗവാൻ എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഭക്തസ്യ ദാസോസ്മ്യഹം. ഇനി 9ാമത്തെ ശ്ലോകം. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗതാ ഭവനമേവ സായതാം പ്രാഗുലൂഖലബിലാന്തരേ തഥാം സർപ്പിരർപ്പിതമദന്നവാസ്ഥിതാം. പദമുറിച്ച് പറയാം. സ്ഥീയതാം ചിരം ഉലൂഖലേ ഖലേ ഇതി ആഗത ഭവനം ഏവ സാ യഥാ പ്രാഗ് ഉലൂഖല ബില അന്തരേ തഥാ സർപ്പിഃ അർപ്പിതം അദൻ അവാസ്ഥിതാഃ. ഖല ചിരം ഉലൂഖലേ സ്ഥീയതാം. വികൃതി, ഇനി കുറെ നേരം ഈ ഉരലിൽ നിൽക്കൂ. ഇതി സാ എന്ന് പറഞ്ഞ് സാ യശോദ യഥാ ഭവനം ഏവ ആഗത എപ്പോഴാണോ വീട്ടിലേക്ക് പോയത് തഥാ അപ്പോൾ പ്രാഗ് ഉലൂഖല ബില അന്തരെ. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുൻപ്, ഉലൂഖല ബില അന്തരെ ഉരലിൻ്റെ ദ്വാരത്തിൽ
ആ പൊത്ത്. അപ്പം ബില എന്ന് പറഞ്ഞ ദ്വാരം, പൊത്ത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ എന്ന് പറയുമ്പോൾ ഉരലിൻ്റെ ഉള്ളിൽ എന്നർത്ഥം. അപ്പോൾ ആ ഉരലിൻ്റെ ഉള്ളിൽ അർപ്പിതം സൂക്ഷിച്ചു വച്ചിരുന്ന സർപ്പി അതൻ, വെണ്ണ എടുത്ത് അതൻ തിന്നുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ട്, അതൻ എന്ന് പറഞ്ഞാൽ അധിക്കുക, ഭക്ഷിക്കുക. അവാസ്ഥിതാഹ സ്ഥിതി ചെയ്തു എന്ന് പറയുമ്പോൾ നിന്നു. അപ്പോൾ ഉണ്ണിയെ അങ്ങനെ കെട്ടിയിട്ടിട്ട് നീ ഇനി കുറേ നേരം അവിടെ നിൽക്ക് വികൃതി എന്നൊക്കെ പറഞ്ഞിട്ട് യശോദ ഗൃഹജോലികൾ ചെയ്യാൻ പോയി. ആ സമയത്ത് കണ്ണൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ഉരലിൽ നേരത്തെ അമ്മ വരുന്നത് കണ്ടപ്പോൾ ഒളിപ്പിച്ചു വെച്ച വെണ്ണ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇനി 10ാമത്തെ ശ്ലോകം. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയതഃ കിമു സപാശയാനയാം ഏവമാദിദിവിജൈരഭീഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗദാത്. പദം മറിച്ച് പറയാം. യദി അപാശസുഗമഃ വിഭോ ഭവാൻ സംയതഃ കിമു സപാശയാ അനയാ ഏവം ആദി ദിവിജൈഃ അഭിഷ്ടുതഃ വാദനാഥ പരിപാഹി മാം ഗദാത്. വിഭോ ഭവാൻ, ഭഗവാനെ അവിടുന്ന്, യദി അപാശസുഗമഃ പാശമില്ലാത്തവർക്ക് മാത്രമേ സുഗമനാകുകയുള്ളൂ എങ്കിൽ സപാശയ അനയാ കിമു പാശമുള്ള ഈ യശോദയാൽ എങ്ങനെ സംയതഃ ബന്ധിക്കപ്പെട്ടു, ഏവം ആദി എന്നിങ്ങനെ ദിവിജൈഹി സ്വർഗവാസികളാൽ അഭിഷ്ടുതഃ ത്വം സ്തുതിക്കപ്പെട്ട അവിടുന്ന് വാദനാഥ ഗുരുവായൂരപ്പ മാം ഗദാത് പരിപാഹി എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. അപ്പം ഇവിടെ പാശം എന്നതിന് 2 അർത്ഥമുണ്ട്. ആഗ്രഹം എന്നത് ഒരർത്ഥം, കയറ് എന്ന് വേറൊരർത്ഥം. അപ്പോൾ ആശകളെല്ലാം അസ്തമിച്ച് വിരക്തി വന്നവർക്കാണ് ഭഗവത് പ്രാപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാൽ ഉള്ളിലെ സ്നേഹപാശത്തോടുകൂടി കയ്യിൽ കയറുമായി വന്ന യശോദയ്ക്ക് പിന്നെ എങ്ങനെയാണ് ഭഗവാനെ ബന്ധിക്കാൻ സാധിച്ചത് എന്നിങ്ങനെ സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെടുന്ന ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇവിടെ യശോദ കണ്ണനെ കെട്ടിയിട്ടത് കണ്ടപ്പോൾ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചിട്ട് പറയാണ്, പാശമില്ലാത്തവർക്ക് മാത്രമാണ് അവിടുന്ന് സാധാരണ എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ ആഗ്രഹമില്ലാത്തവർക്ക് എന്ന് പറഞ്ഞ വിരക്തി വന്നവർക്ക് മാത്രമാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത്. ഇവിടെ യശോദയ്ക്ക് അങ്ങനെ വിരക്തി വന്നിട്ടില്ല അല്ലേ. യശോദ എന്താ പറയുക, ആഗ്രഹങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല. മാത്രമല്ല കയ്യിൽ കയറും കൊണ്ട് ഭഗവാനെ കെട്ടാൻ കയ്യിൽ കയറും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യശോദയ്ക്ക് സാധിച്ചത്, എങ്ങനെയാണ് ആ യശോദയ്ക്ക് ഭഗവാനെ ബന്ധിക്കാൻ സാധിച്ചത്? അപ്പോൾ എന്നിങ്ങനെ സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഉലൂകലബന്ധനം എന്ന ലീലയുടെ ആദ്യ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.